ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല, വിജയസാധ്യതയുള്ള ബിസിനസ്, ഭാഗ്യ നമ്പർ, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം, സമ്പത്ത്, മറ്റു ഭാഗ്യാനുഭവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും ചിത്തിര നക്ഷത്രത്തിലെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും, ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചിത്തിര നക്ഷത്രം ആദ്യ പകുതി ബുധൻ്റെ ക്ഷേത്രമായ കന്നിരാശിയിലും രണ്ടാം പകുതി ശുക്രൻ്റെ ക്ഷേത്രമായ തുലാം രാശിയിലുമാണ്. ചൊവ്വാദിശയിലാണ് ഇവരുടെ ജനനം. 7 വർഷത്തെ ചൊവ്വാദിശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ 18 വർഷം രാഹു, 16 വർഷം വ്യാഴം, 19 വർഷം ശനി, 17 വർഷം ബുധൻ, 7 വർഷം കേതു, 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ. അസുരഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ചൊവ്വ ആണ്. തുഷ്ടാവ് അഥവാ വിശ്വകർമാവ് ആണ് ഇവരുടെ നക്ഷത്ര ദേവത. ചിത്തിര കന്നിരാശിയിൽ ജനിക്കുന്നവർക്ക് കന്നിരാശിയുടെ അധിപനായ ബുധൻ്റെയും നക്ഷത്രാധിപനായ ചൊവ്വയുടെയും പ്രഭാവം ഉണ്ടായിരിക്കും. തുലാം രാശിയിൽ ജനിച്ചവർക്ക് തുലാം രാശിയുടെ അധിപനായ ശുക്രൻ്റെയും നക്ഷത്രാധിപനായ ചൊവ്വയുടെയും പ്രഭാവം ഉണ്ടായിരിക്കും. എപ്പോഴും ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാർ. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുവാനും ശ്രമിക്കുന്നവരാണ്. സാഹസിക പ്രവർത്തികൾ ചെയ്യാനുള്ള മനക്കരുത്തുള്ളവരാണ്. ഊഹക്കച്ചവടത്തിൽ കഴിവുള്ളവരും നേട്ടം ഉണ്ടാക്കുന്നവരും ആയിരിക്കും. നല്ല കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സുള്ളവരാണ്. എല്ലാവരുമായും നല്ല ബന്ധം പങ്കുവയ്ക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. പരിചയപ്പെടുന്നവരോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കും. വാക്ചാതുര്യത്തിലും ഒട്ടും പിന്നിലല്ല. ബന്ധങ്ങളിൽ ഒരു സമതുലിതാവസ്ഥ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയും ലാഭങ്ങളെയും ഇവർ നല്ലപോലെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ വികാരാധീനരാകാതെ സ്വയം നിയന്ത്രിക്കുന്നു. ഒരു ശൗര്യവും ഊർജവും ഇവരിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യവും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് കഴിയുന്നു. ഒന്നിലേറെ പ്രവൃത്തികൾ ഒരേ സമയം ചെയ്യുന്നതിന് ഇവർ ശ്രമിക്കുന്നു. വെറുതെ ഇരുന്ന് സമയം കളയാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. തന്നെയുമല്ല, ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നതാണ് ഇവരുടെ ഒരു സിദ്ധാന്തം. ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് ഉടനെ ആരംഭിക്കുന്നു. അതുകൊണ്ട് ഇവർ എപ്പോഴും തിരക്കിലായിരിക്കും എന്ന് പറയാം. വിശ്രമം എന്നൊരു വാക്ക് ഇവരുടെ ജീവിതത്തിൻ്റെ നിഘണ്ടുവിൽ കാണില്ല. ഒരു ജോലി എന്നതിനേക്കാളും ബിസിനസ്സിലായിരിക്കും ഇവർക്ക് താല്പര്യം. ഇവർ അത്ര എളുപ്പത്തിൽ അസ്വസ്ഥരാകുന്നവരല്ല. എങ്കിലും കോപം ഒഴിവാക്കി സമാധാനപരമായി പെരുമാറുവാൻ ശീലിക്കണം. സമ്പത്ത് സ്വരൂപിക്കുന്നതിലും ഇവർ താല്പര്യമുള്ളവരാണ്. ഭൗതികമായ ജീവിതം ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എങ്കിലും ആഗ്രഹങ്ങളും അഭിരുചിയും എല്ലാം കുടുംബത്തിൻ്റെ അന്തസ്സിന് യോജിച്ചതായിരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. സംഗീതത്തിലും കലയിലും ഇവർക്ക് നല്ല താല്പര്യമുള്ളവരാണ്. സ്വന്തം ദൗർബല്യങ്ങൾക്ക് ഒരു മൂടുപടമിടാൻ ഇവർക്ക് കഴിയുന്നു. തീരുമാനങ്ങളും വിലയിരുത്തലുകളും കുറ്റമറ്റതാക്കുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതിനുള്ള അന്തർജ്ഞാനം ഇവരിൽ ജന്മസിദ്ധമാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും കണ്ടുവരുന്നു. സയൻസ് താല്പര്യമുള്ള ഇവർക്ക് ഈ മേഖലയിലുള്ള വിദ്യാഭ്യാസം ആണ് കൂടുതൽ അഭികാമ്യം.
ചിത്തിര ആദ്യ പകുതിയിൽ ജനിക്കുന്നവർ ബുധൻ്റെ രാശിയിലായതിനാൽ പ്രസിദ്ധീകരണം, ഗ്രന്ഥരചന, അച്ചടി, കണക്കെഴുത്ത്, ശില്പം, ടാക്സ്, റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ജോലികളും, രണ്ടാം പകുതിയിൽ ജനിച്ചവർ ശുക്രൻ്റെ സ്വഭാവം കൊണ്ട് കെട്ടിട നിർമ്മാണം, ഗൃഹോപകരണ നിർമ്മാണം, സുഗന്ധവസ്തു നിർമ്മാണം, സംഗീതാദി കലകൾ, സംഗീതോപകരണങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലിയും ഗുണകരമാണ്. കന്നി രാശിയിൽ ജനിച്ചവർക്ക് പ്രായോഗിക ബുദ്ധി, വാക്സാമർത്ഥ്യം, കൗശലം, പ്രവർത്തന സാമർഥ്യം, സ്ഥിരോത്സാഹം എന്നീ ഗുണഗണങ്ങളും, തുലാം രാശിയിൽ ജനിച്ചവർക്ക് വികാരാവേശവും ബുദ്ധികൂർമ്മതയും കലാവാസനയും കൽപ്പനാശീലവും ഉള്ളവരും രസികന്മാരും ആയിരിക്കും. വാസ്തുവിദഗ്ധൻ, ഗ്രാഫിക്സ്, ഫാഷൻ ഡിസൈനർ, അഭിനയം, സർജറി, ഫോട്ടോഗ്രാഫി, ഗാനരചന, സംവിധാനം, ചിത്രകാരൻ, ജൂവലറി, നോവലിസ്റ്റ്, സിനിമ, മെഡിക്കൽ മുതലായ മേഖലകളുമായി ബന്ധപ്പെട്ട ജോലികൾ പൊതുവെ ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലയാണ്. രക്ഷിതാക്കളോടും സഹോദരങ്ങളോടും ഇവർ സത്യസന്ധമായും സ്നേഹം പുലർത്തുന്നവരാണ്. ഇവർക്ക് ഇവരുടെ ജനന സ്ഥലത്തു നിന്നും മാറി ജീവിക്കേണ്ട സാഹചര്യം വന്നു കാണുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാകും നല്ലത്. അല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. തുലാം രാശിയിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർക്ക് പിതാക്കന്മാരുമായുള്ള അടുപ്പം അത്ര സുഖകരമായിരിക്കില്ല. ഇത് പുത്രകാരകനായ സൂര്യനും രാശിയുടെ അധിപനായ ശുക്രനും പരസ്പരം ശത്രുക്കളായതായിരിക്കും ഇതിന് കാരണം. തുലാം രാശിയിലെ ചിത്ര നക്ഷത്രക്കാർ ജനിക്കുന്നതോടുകൂടി പിതാവിന് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ചിത്തിരയപ്പൻ തെരുവിലെ എന്ന ചൊല്ല് ഈ അനുഭവത്തെയായിരിക്കും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് മാതാവിനോടായിരിക്കും കൂടുതൽ അടുപ്പം. ഇവർ മാതൃഭക്തരും മാതാവിന് സന്തോഷം പകരുന്നവരും മാതൃസ്നേഹം കൂടുതൽ അനുഭവിക്കുന്നവരുമാണ്. ഇവർ പരമ്പരാഗതമായ കുടുംബ ബന്ധം ഉപേക്ഷിച്ച് പുതിയ സാഹചര്യങ്ങൾ തേടുന്നു. ഇവർ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. ഇവരെപ്പറ്റി മറ്റുള്ളവർ ചില അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരെ അതൊന്നും സ്വാധീനിക്കാറില്ല എന്നതാണ് വാസ്തവം. ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ സാധാരണയായി സുന്ദരികളും ബുദ്ധിമതികളും പ്രവർത്തന ചാതുര്യമുള്ളവരും ആയിരിക്കും. സഹോദരങ്ങളുമായി യോജിപ്പോടെ ജീവിക്കുന്നവരും ശുഭവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവരും സംഗീതാദി കലകളിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. ചൊവ്വാദേശയിൽ പിറന്ന ഇവർ ചൊവ്വായും രാഹുവും ഉൾപ്പെടെ 22 വയസ്സ് കഴിയുന്നതുവരെ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ശേഷം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. ചിത്തിര ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ബലമുള്ളതും കാന്തിയുള്ളതുമായ ശരീരമായിരിക്കും. ഇവർ കീർത്തി നേടും. സർക്കാർ ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട്. പങ്കാളിയോട് വിധേയത്വം പുലർത്തും. ചിത്തിര രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ ഉന്നത കുലജാതർ ആയിരിക്കും. ഇവർ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ഇവർ വേദാന്തങ്ങളിൽ അറിവുള്ളവരും ആയിരിക്കും. ഇവർ ധനമുള്ളവരും കൃഷിയിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. ചിത്തിര മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ വിരിഞ്ഞ മാറിടവും മുഖത്ത് മറുകും ഉയരമുള്ള ശരീരമുള്ളവരുമായിരിക്കും. ഇവർ ജ്ഞാനികളാണ്, ബുദ്ധി സാമർഥ്യമുള്ളവരും ആണ്. ചിത്തിര നാലാം പാദത്തിൽ ജനിക്കുന്നവർ പൊതുവെ പൊക്കം കുറഞ്ഞവർ ആയിരിക്കും. ഇവർ സുഖാനുഭവങ്ങളിൽ താല്പര്യം ഉള്ളവരാണ്. ഇവരുടെ സമ്പർക്കം സജ്ജനങ്ങളോടായിരിക്കും. ഇവർ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കുന്നവർ ആയിരിക്കും. ചടുലമായ സംസാര രീതിയാണ് ഇവർക്ക്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വെറും വാക്ക് പറയുന്നവരല്ല. ഇവർ സുന്ദരിമാരായിരിക്കും. ബുദ്ധി സാമർഥ്യത്തിലും കോപത്തിലും ഒട്ടും പിന്നിലല്ല. അരയിലോ മുഖത്തോ ഇവർക്ക് മറുകുണ്ടാകും. വീതിയേറിയ മാറിടമായിരിക്കും ഇവരുടേത്. സംഭാഷണങ്ങളിലും വാചാലതയിലും താല്പര്യമുള്ളവരായിരിക്കും. കുടുംബ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കും. ഇവർ തികഞ്ഞ ഈശ്വരഭക്തിയുള്ളവരാണ്. ഇവരുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും.
ഇവരുടെ പുത്രന്മാർ സമ്പന്നരായിരിക്കും, ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ ദൗർഭാഗ്യങ്ങൾ ഇവരെ വിടാതെ പിന്തുടരുന്നു. ജീവിതത്തിലുടനീളം അനിഷ്ട സംഭവങ്ങളും നേരിടേണ്ടതായി വരും. ഒന്നിലും ഒരിക്കലും ഒരു പൂർണ്ണ സംതൃപ്തി ലഭിച്ചേക്കില്ല. ദാമ്പത്യ ജീവിതമാണെങ്കിൽ സംഘർഷഭരിതമായിരിക്കും. 21 വയസ്സു മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ഫോടനാത്മകമായിരിക്കും. ഇനി ചിത്തിരനാളിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ മറ്റ് തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്ര ദേവത തൃഷ്ടാവ് ആയതിനാൽ റിയൽ എസ്റ്റേറ്റ്, കല്യാണ ബ്രോക്കർ, സിവിൽ സർവീസ് മേഖല, പോസ്റ്റൽ വിഭാഗം, ഡ്രൈവർ, പോസ്റ്റ്മോർട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും. ആൾപ്പുലിയാണ് ഇവരുടെ മൃഗം. അതുകൊണ്ട് പോലീസ്, സേനാ വിഭാഗങ്ങൾ, മദ്യ വിപണന മേഖല, അഭിനയം, ഭാഗ്യക്കുറി വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും. കൂവളം ഇവരുടെ വൃക്ഷം ആയതുകൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ, തുകൽ ഫാക്ടറികൾ, സിമൻറ്റ് കമ്പനികൾ, IT മേഖല തുടങ്ങിയ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയും. ഇവരുടെ ഭാഗ്യസംഖ്യ 9, ഭാഗ്യദിവസം ചൊവ്വാഴ്ചയും, ഭാഗ്യനിറം കറുപ്പും, ഭാഗ്യതയ്ക്ക് തെക്കുമാണ്. ഇവരുടെ ഭാഗ്യരത്നം പവിഴവും, ഭാഗ്യദേവത ശങ്കരനാരായണമൂർത്തിയും അർദ്ധനാരീശ്വരനുമാണ്. ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടുവാൻ കഴിയും. നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം വിശ്വകർമ്മണേ നമഃ എന്ന മന്ത്രം നിത്യവും 63 തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഗുണം ചെയ്യും. കാർത്തിക, പൂയം, വിശാഖം, തൃക്കേട്ട, പൂരാടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും വ്യാഴം, വെള്ളി ദിവസങ്ങളും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് ഗുണകരമല്ല. അവിട്ടം ഇവർക്ക് വേദനക്ഷത്രമായതിനാൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ കൂട്ടു ബിസിനസ്സോ ഇവർക്ക് അത്ര ശുഭകരമാകില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.